السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സാദിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന UAE ജുമാ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമാണ് പരിശുദ്ധമായ ഹിജ്റ. ആ ഹിജ്റയുടെ വലിയ പാഠങ്ങൾ സമൂഹത്തിന് നൽകുകയാണ് ഈ രാജ്യത്തെ പണ്ഡിതന്മാർ. അല്ലാഹുവിൻ്റെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ശക്തമായ തിരിച്ചുവരവിനുള്ള ഒരു പലായനം കൂടിയായിരുന്നു അത്. ഹിജ്റയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ചരിത്രപരമായും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുല്യമായ അവർണ്ണനീയമായ വ്യക്തിപ്രഭാവവും പരിശുദ്ധമായ ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഹിജ്റ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരന്തരീക്ഷം മാനുഷിക സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ ഒരു പാഠശാല കൂടിയാണ് പരിശുദ്ധമായ ഹിജ്റ. ഹിജ്റയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളിൽ നമുക്ക് ക്ഷമ പഠിക്കാനുണ്ട്. ഹിജ്റ എങ്ങനെയാണ് ക്ഷമാശീലനായി ഒരു മനുഷ്യൻ എല്ലാം നേടിയെടുക്കുക എന്ന വലിയൊരു പാഠം ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ക്രിയാത്മകമായ ജീവിതം അതും ഹിജ്റ നമുക്ക് സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഉത്തമമായ ഒരു ഭാവി, ആ ഭാവി എങ്ങനെയാണ് അതിനാവാഹിച്ചെടുക്കുക, സുന്ദരമായ ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഭാവി, ആ ഭാവിയെ നിർണയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഹിജ്റ ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ മഹാസംഭവം ആരംഭിക്കുന്നത് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് 13 കൊല്ലം കഴിയുന്നത് വരെ അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബാ നബി തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുവാദം കിട്ടിയപ്പോൾ പരിശുദ്ധമായ താൻ ജനിച്ചു വളർന്ന തൻ്റെ മാതൃരാജ്യത്തിൽ നിന്ന് രാജ്യം ഒഴിവാക്കി മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പന, അനുവാദം അത് വന്നപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്ര ദൗത്യത്തിന് ഒരുങ്ങുന്നതും തുടക്കം കുറിക്കുന്നതും. അള്ളാഹുവിൻ്റെ അനുവാദം വന്നപ്പോൾ തൻ്റെ വിശ്വസ്ത കൂട്ടുകാരനായ മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് നബി തങ്ങൾ ആളെ പറഞ്ഞയക്കുകയും തൻ്റെ കൂടെ വരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മഹാസംഭവത്തിന് സാക്ഷിയായി കൂടെ നടക്കാൻ, സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ ഉമ്മത്തിലെ ഒരു മഹാനാണ് റസൂലുള്ളാഹി തങ്ങളുടെ വിശ്വസ്ത കൂട്ടുകാരനായ ഈ സമൂഹത്തിലെ നേതാവായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. തന്നെയുമല്ല, ഈ നബി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് നല്ല വിശ്വസ്തരായ കൂട്ടുകാരെ കൂടെ കൂട്ടണമെന്ന വലിയൊരു സിദ്ധാന്തം അല്ലെങ്കിൽ വലിയൊരു പാഠം ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ പാഠം
അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനനുസരിച്ച്, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരായ നല്ല കൂട്ടുകാരോടുകൂടെ കൂടുകയും ചെയ്യണം. ഇത് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായ ഹിജ്റയിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ. തന്നെയുമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഈ സംഭവബഹുലമായ ഹിജ്റയുടെ മാർഗത്തിൽ വിജയിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവലംബിച്ചിട്ടുണ്ട്. ആ ഭൗതികമായ കാര്യങ്ങൾ അവലംബിക്കുന്ന കൂടെ തന്നെ അള്ളാഹുവിനോടുള്ള ബന്ധം യാത്രയിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുദൃഢമാക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം തിരുനബി തങ്ങൾ പ്രതീക്ഷിക്കുകയും അതേപോലെ തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുനബി തങ്ങളോട് പറയുന്നു, നബിയെ, ലൗ അന്ന അഹദഹും നളറ തഹത ഖദമൈഹി ലഅബ്സറനാ. നബിയെ, ശത്രു സമൂഹം അവരെങ്ങാനും അവരുടെ കാലിലേക്ക് നോക്കിയാൽ ലഅബ്സറനാ, വളരെ വ്യക്തമായും നമ്മെ കാണാൻ കഴിയുമല്ലോ നബിയെ. അത്രയും സമീപത്താണ്, നമ്മുടെ തലക്ക് മുകളിലാണ് ശത്രുക്കൾ നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദി പറഞ്ഞപ്പോ, ആശങ്ക പറഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഓ സിദ്ദീഖ് തങ്ങളെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന തൻ്റെ സന്തത സഹചാരി, ഉറ്റമിത്രം, വിശ്വസ്ത കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ സമാധാനിപ്പിച്ചുകൊണ്ട്, ആ കൂട്ടുകാരന് വാത്സല്യം പകർന്നുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. ഓ സിദ്ദീഖേ, നിങ്ങളുടെ വിചാരം എന്താണ്? നാം രണ്ടാൾ മാത്രമല്ലല്ലോ ഇവിടെയുള്ളത്. അല്ലാഹു നമ്മോടുകൂടെ മൂന്നാമനായി നമ്മോടുകൂടെ അല്ലാഹു ഉണ്ടല്ലോ. പിന്നെന്തിനാണ് സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? വേണ്ട എന്ന് ആ കൂട്ടുകാരനെ നബി തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മോമിൻ എപ്പോഴും അവൻ്റെ റബ്ബിൽ അവൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം, അവൻ്റെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കണം. അവൻ്റെ റബ്ബിൽ നിന്നാണ് എല്ലാ സഹായങ്ങളും സംരക്ഷണങ്ങളും കിട്ടുക എന്ന് ആ മോമിൻ ദൃഢമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ജീവിതം നയിക്കുകയും വേണമെന്ന വലിയൊരു സന്ദേശം പരിശുദ്ധമായ ഹിജ്റയിലൂടെ, ഈ സംഭവത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹിജ്റയ്ക്ക് ശേഷം തൻ്റെ സ്വന്തം രാജ്യം വിട്ട് പോകുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലൂല അൻ അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജതു. ഓ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പ്രിയപ്പെട്ട രാജ്യമേ, ഞാനെങ്ങാനും എൻ്റെ ശത്രുക്കൾ എന്നെ ഈ രാജ്യത്തിൽ നിന്ന് പോകാൻ നിർബന്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നിർബന്ധിതനായില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ മാറിടം വിട്ട് ഞാൻ പോകുമായിരുന്നില്ല, എൻ്റെ സ്വദേശം വിട്ട് ഞാൻ ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം രാജ്യത്തോടുള്ള അതീവമായ സ്നേഹം, അതുല്യമായ സ്നേഹം റസൂലുള്ളാഹി പ്രകടിപ്പിക്കുകയാണ്. നബി തങ്ങളുടെ ശരീരം തൻ്റെ മാതൃരാജ്യത്തെ വിട്ടു പോയെങ്കിലും ഖൽബ് എന്നും ആ രാജ്യത്തോടു കൂടി തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം തൻ്റെ മാതൃരാജ്യത്തെ സ്നേഹിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും പരിശുദ്ധമായ ഹിജ്റയിൽ നമുക്ക് അവിടെ നിന്ന് പാഠമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം
നമുക്ക് ആ വലിയ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അൻതഹ്ജുറ മാ കരിഹ റബ്ബുക അസ്സ വജൽ. അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഏറ്റവും നല്ല, ഏറ്റവും അഫ്ളലായ, ബെസ്റ്റായ ഒരു പാലായനം, സ്വരാജ്യം വിട്ടുള്ള ഒരു പോക്ക്, അത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അംതഹ്ജുറ മാ കരിഹ റബ്ബുക അസ്സ വജല്ല. അല്ലാഹുവിൻ്റെ ഹബീബായ നബി നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ റബ്ബ് ഏതാണോ ഇഷ്ടപ്പെടാത്തത് അതിൽ നിന്ന് ഓടിപ്പോകലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഹിജറ എന്നുള്ള ധാർമ്മികമായ മൂല്യം, മാനുഷികമായ മൂല്യം, ഇസ്ലാമിന്റെ അന്തസത്ത അത് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചെയ്ത ത്യാഗങ്ങൾ, ഞാൻ ചെയ്ത സേവനങ്ങൾ, ഒരിക്കലും എനിക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത രാജ്യത്തെ ഞാൻ വിട്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചു, എല്ലാം ഒഴിവാക്കി. എനിക്ക് അള്ളാഹു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ത്യജിച്ച് ഞാനും എൻ്റെ അനുചരന്മാരും ഈ രാജ്യത്ത് നിന്ന്, അതുമാത്രമല്ല ലോകത്തെ ഏറ്റവും മുബാറക്കായ രാജ്യം പരിശുദ്ധ കഅബയുള്ള രാജ്യത്തിൽ നിന്ന് എല്ലാം ത്യജിച്ച് ഞങ്ങൾ പോയപ്പോൾ അത് ഞങ്ങളുടെ ത്യാഗമായിരുന്നു. പക്ഷേ ആ ത്യാഗത്തെക്കാളും വലിയ പാലായനം ഒരു മനുഷ്യൻ അള്ളാഹു വെറുക്കുന്ന കാര്യം, അഥവാ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഹറാമുകൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഏറ്റവും നല്ല ഹിജറ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം മുഴുവനും മനുഷ്യത്വത്തിലായി ജീവിക്കണം, ധാർമ്മിക മൂല്യങ്ങളിലായി ജീവിക്കണം, ഒരിക്കലും പരാജയങ്ങളിൽ മനുഷ്യൻ ജീവിച്ചുകൂടാ എന്ന തിരുനബി തങ്ങളുടെ അഭീഷ്ടമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഈ മറുപടിയിലൂടെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിജറയുടെ ഒരുപാട് ഗുണപാഠങ്ങൾ, അതിലേറ്റവും വലിയ പാഠം, തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ഹിജറ പോകണം, തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ പലായനം ചെയ്യണം, തെറ്റുകൾ മനുഷ്യൻ ഒഴിവാക്കി ജീവിക്കണം എന്ന വലിയൊരു സന്ദേശം ലോകാവസാനം വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടാണ് ഹിജറയുടെ ഈ പ്രമേയം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലൂടെ ജീവിച്ച് നന്മയിലായി മരിച്ച് നന്മ ചെയ്ത സജ്ജനങ്ങളോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരോടുകൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.